ഹലോ ഗൈസ്, ഡേറ്റ് ലൈഫ് ഇൻ ഹിമാലയാസ്. ഞാൻ കുളിച്ചിട്ട് ഇപ്പോൾ 7 ദിവസമായി. പല്ല് വെച്ചിട്ട് മര്യാദക്ക് പല്ല് പോലും വെച്ചില്ല. ഇവിടേക്ക് എന്തോ പോലെ കിടക്കാണ്. ഞാൻ അതാ നമ്മുടെ സെയിം പരിപാടി. ഇന്ന് രാവിലെ എണീച്ചു, കുറേ കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഗസ്റ്റ് ടാക്സി ഡ്രൈവറായിരുന്നു. മൂപ്പര് അടിപൊളി കഴിഞ്ഞു. മൂപ്പര് ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. ഗസ്റ്റിനെയും കൊണ്ടുവന്നാണ് വേറെ പ്രോപ്പർട്ടിയിലോട്ട്. അപ്പോൾ മൂപ്പര് ഡൽഹി ടു പറശ്ശേനി, ഇവിടെ ഏകദേശം ഒരു 10-18 മണിക്കൂർ മൂപ്പര് 4 സീറ്റർ ഓടിച്ചുകൊണ്ട് വന്നു. മൂപ്പര് പറയാം റോഡ് പോലും ഇല്ല ഇവിടെ ഒന്നും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഭയങ്കരമായിട്ട് ഇതാക്കി. എന്നിട്ട് മൂപ്പർക്ക് തണുപ്പ് തടയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ പോട്ടർമാർ എന്തൊക്കെയോ മരങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഷോപ്പാണ്. ഞങ്ങൾ താഴത്തുള്ള ഷോപ്പുകളാണിത്. ടൂറിസ്റ്റൊക്കെ വേണ്ടി. ഇത് കീർഗംഗ ട്രക്കിൻ്റെ ട്രയൽസാണ്. ഞാൻ മുമ്പത്തെ ബ്ലോഗിൽ പറഞ്ഞ പോലെ നമ്മളെ എക്സ്റ്റൻഷൻ വയറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇത് സോളാർ പവർ ബാങ്കാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചു തന്നു. വേറെ വീഡിയോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നത്. ഇത് സോളാറാണ്. എല്ലാം അങ്ങനെ ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇന്ന് രാത്രിത്തേക്ക് വേറെ വയ്യൊന്നുമില്ല. കറണ്ട് വരാൻ ചാൻസ് കാണുന്നില്ല. താഴത്തുണ്ട്. താഴത്ത് മാർക്കറ്റിലോട്ട് ട്രക്ക് ചെയ്ത് പോയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഭയങ്കര രസമാണ് പൊഹിയൊന്നും കളിക്കാൻ. ഇന്ന് ഇടുപോകും. നമ്മൾ മാക്സിമം വുഡ് കളക്ട് ചെയ്തേക്കല്ലോ. ഇവിടെ കളിക്കാൻ എപ്പോഴും പറയും ഇവിടെ വുഡാണ് ഗോൾഡ്. ആൾക്കാർ വിൻ്റർ ഇപ്പോൾ മാർച്ച് ഇപ്പോൾ ഹാഫ് ആയി തുടങ്ങിയില്ല. അപ്പോഴത്തേനും ഇപ്പോഴും വിൻ്റർ ഉണ്ട്. അതുകൊണ്ട് ഏകദേശം എല്ലാവരും സ്റ്റോർ ചെയ്ത് വെച്ച വുഡെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എല്ലാം ഇപ്പോൾ ഇങ്ങനെ കണ്ടില്ല, പോട്ടർമാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കാട് കയറാണ് വുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വിറക് ഇതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. അത്രയും തണുപ്പാകും നമുക്ക് രാത്രി സഹിക്കാൻ കഴിയില്ല. എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നുണ്ട്. പക്ഷേ പീസ്ഫുള്ളാണ് അത്യാവശ്യം. ഈ ഞാൻ പറഞ്ഞ പോലെ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ തണുപ്പത്ത് ഓരോന്നും എടുക്കുമ്പോൾ നല്ല പാടാണ്. പിന്നെ നമ്മൾ ബോഡിയിൽ നിന്ന് ഫ്രഷ് അല്ല. ഇന്ന് തന്നെ എൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ല, തണുപ്പിൻ്റെ തന്നെ അറിയിട്ടുണ്ട്. ഇവിടെ പനി വന്നുള്ള വിഷയം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കസോള് പോകണം, അല്ലെങ്കിൽ ജെറിയിൽ പോകണം. ജെറിയിൽ അത്യാവശ്യം ക്ലിനിക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ജെറിയിൽ നമ്മൾ പോകണം. അല്ലാതെ ഇവിടെ ഓടിയില്ല. ഒരു 10-40 കിലോമീറ്റർ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ലോക്കായി പോകും ഇവിടെ കാലാവസ്ഥയിൽ. ഇന്നിപ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെയും കാണുന്നുണ്ട് ഒരു ഹെയിൽ സ്റ്റോമൊക്കെ കാണുന്നുണ്ട് അവിടെ. സംഭവം എന്താ വെച്ചാൽ 4 ദിവസമായിട്ട് ചാർജും കാര്യങ്ങളൊന്നുമില്ല, കറണ്ടും ഇല്ല. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസം തീരാണ്, കറണ്ടൊന്നുമില്ല. അപ്പം ഇനി ആകെയുള്ള വയ്യ ഞങ്ങൾ കണ്ടത് താഴത്ത് കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ താഴത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി താഴത്ത് വരെ ട്രക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് മൊത്തം ചാർജ് ചെയ്ത് ഇനി തിരിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ കുറച്ച് ടാസ്ക്കാണ്. ഞങ്ങൾ കറണ്ട് ഇല്ലാതെ നിൽക്കായിരുന്നു. ഫുഡും ക്യാൻഡിൽ ലൈറ്റിൽ തന്നെ എല്ലാം മെഴുതിരി കത്തിച്ചിട്ട് തന്നെ മാക്സിമം എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്തു. കുറേയൊക്കെ നമ്മൾ ക്ലീനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഫോണില്ലാത്തതുകൊണ്ട് വേറെ തന്നെ ലോകത്തുള്ളവരായിരുന്നു. ഒന്നും അറിയുന്നില്ല, ആരും വിളിക്കുന്നില്ല. ഞങ്ങൾ 3 പേർക്ക് ഫോണാണ്. 3 ഫോണ് ഞങ്ങളത് സ്വിച്ച് ഓഫ് ആയി. ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ കുറേ പാത്രങ്ങളൊക്കെ തുടച്ച്, കുറേ ചൂടുവെള്ളത്തിൽ കുറേ തുടച്ച് ഒന്നും ചെയ്യാൻ. ഞാനൊന്നും ഡ്രസ്സിനെ മാറ്റിയിട്ടില്ല. ഇപ്പോൾ 1 വീക്കായിട്ട് സെയിം ഡ്രസ്സിൽ ഇപ്പോഴും ഞാൻ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടി അറിയില്ല. പക്ഷേ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഫോണൊന്നും ഇല്ലാതെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കുറേ നേരം നിൽക്കുന്നു. ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഓരോ പണികളൊക്കെ എടുത്തിട്ട് നല്ല വേറെ തന്നെ ഫീൽഡ് ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് ഞാനൊന്ന് പവർ ബാങ്കിൽ കുത്തിയൊന്ന് ചാർജ് ആക്കി. ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഞാൻ താഴത്തോട്ട് ഇറങ്ങിയതാണ് ആ പവർ ബാങ്ക് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒരു വയ്യില്ലല്ലോ. ഇന്നത്തെ രാത്രിയോടെ ഇതും തീരും, ഈ ഫോണിലെ ചാർജും കഴിയും. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാം ചാർജായാലും വെള്ളമായാലും, വെള്ളത്തിൻ്റെ ആണെങ്കിൽ വെള്ളമെല്ലാം ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. പക്ഷെ എല്ലാം ഐസാവും. നമുക്കൊന്നും അതിന്മേൽ ചെയ്യാൻ പറ്റില്ല. അപ്പം വെയിറ്റ് ചെയ്യുക, നല്ല സൺലൈറ്റ് അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മളിപ്പം ഇവിടെ കറണ്ട് ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ടാണ് വന്നത് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും സ്നോ ഒക്കെ മെൽറ്റ് ആവുന്നുണ്ട് കുറേയൊക്കെ. അതുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. ട്രക്കിംഗ് സ്റ്റിക്കൊക്കെ ഉണ്ട്. മൊത്തം എൻ്റെ പോക്കറ്റിൽ മൊത്തം പവർ ബാങ്കാണ്. 5-6 പവർ ബാങ്ക് ഉണ്ട്. എല്ലാം റീഫിൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ ബൈ ഗൈസ്. ഇന്നലെ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ചാർജ് ഇല്ലാതെ കിടക്കിന് മൊത്തം. ഇനിയാന്ന് ഇതേപോലെ തന്നെ ആയിരുന്നു. അപ്പം എല്ലാം സെറ്റാക്കാം.
അടിപൊളി.